അസ്അലുക മറാഫഖക ഫിൽ ജന്നത. നബിയെ, അങ്ങയുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിലിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. ഞങ്ങൾ ചോദിച്ചു, റബീഅ, വേറെന്തെങ്കിലും വേണം? സഹാബിമാർ പറയുന്നുണ്ട്, തങ്ങളെ കാണുമ്പോൾ നബി എനിക്ക് തുണി വേണം, എനിക്ക് പുതപ്പ് വേണം, എനിക്ക് ഒട്ടകം വേണം, ഭക്ഷണം വേണം എന്ന് ചോദിച്ചിരുന്ന കാലമായിരുന്നു. അതൊക്കെ റബീഅ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ പാവമായ സഹാബിയാണ്. പക്ഷേ മഹാനും ചോദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചോദ്യം അത് അദ്ദേഹത്തിന്റെ ഹിക്മത്താണ്. അല്ലാഹു നൽകിയ വലിയ അറിവാണ്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ കിടക്കണം. സ്വർഗ്ഗത്തിൽ കിടക്കുക മാത്രമല്ല, അത് അങ്ങയുടെ കൂടെ ആയിരിക്കണം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ثوبان رضي الله عنه: ما بك يا ثوبان أبك من مرض. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സൗബാനെ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തേ നിങ്ങളുടെ തൊലി നിറം മഞ്ഞയായിരിക്കുന്നു, വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു എന്ന ഹബീബിന്റെ സ്വഹാബിയോട് സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി ചോദിച്ച നേരം, ശാരീരികമായ അസുഖങ്ങളൊന്നുമില്ല നബിയേ, പക്ഷേ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്തോ ഒരു വേദന തുടങ്ങുന്നു. അങ്ങയെ കാണാൻ ആഗ്രഹമുള്ള മുഴുവൻ സമയവും മസ്ജിദുൽ നബവിയിലോ ഖുബായിലോ ഞാൻ അങ്ങയെ കണ്ടുമുട്ടാറുണ്ട് നബിയെ. കണ്ണറയാകെ ഞാൻ നോക്കി കാണാറുണ്ട്. എന്റെ വീട്ടിലെത്തി മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴും എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോൾ മക്കളെ താഴെ വെച്ച് ഞാൻ അങ്ങയുടെ മസ്ജിദിലേക്ക് ഓടി വരാറുണ്ട് നബിയെ. അങ്ങേക്കറിയുമല്ലോ, ഞാൻ ഒത്തുപോവുകയാണ്. നബിയെ, അങ്ങ് വഫാത്താവുകയും ഞാൻ വഫാത്താവുകയും ചെയ്താൽ, ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നില്ല എങ്കിൽ അങ്ങയെ ഒരിക്കലും എനിക്ക് കാണുക സാധ്യമല്ലെന്നറിയാം. എങ്ങാനും സ്വർഗ്ഗത്തിൽ ആണെങ്കിൽ തന്നെ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ കൊണ്ടുപോയി അല്ലാഹു പാർപ്പിക്കുമല്ലോ. മഖാമുൽ മഹ്മൂദിലേക്ക് അല്ലാഹു ഉയർത്തുമല്ലോ നബിയേ. സ്വർഗ്ഗത്തിന്റെ താഴെ തട്ടിലെങ്ങാനും കിടക്കുന്ന തൗബാനിനെ അങ്ങയെ വന്ന് കാണാൻ നാളെ സ്വർഗ്ഗത്തിൽ സാധിക്കില്ലല്ലോ എന്നോർത്തുകൊണ്ട് വേദന കൊണ്ട് വലിയവരാണ് നബിയേ. ഞാൻ മറുപടി കൊടുത്ത സ്വഹാബിക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലെ ഒരു ആയത്താണ് മറുപടിയായി ഇറക്കിയത്. ആ ആയത്താണ് അങ്ങയെ നാളെ സ്വർഗ്ഗത്തിൽ താഴെയുള്ളവർക്ക് മേലെ പോകാൻ കഴിയില്ല, മേലെയുള്ളവർക്ക് താഴെ വരാൻ. ഹബീബായ നബിയേ, അങ്ങ് സയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവാണ്. വഅശ്റഫുൽ ഖൽഖി അജ്മഈൻ, അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളെക്കാളും അങ്ങ് ഏറ്റവും ഉന്നതരുമാണല്ലോ. അങ്ങിരിക്കുന്നിടത്തേക്ക് തൗബാനിനെ എത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഹബീബേ, ഇന്ന് ഞാൻ അങ്ങയെ ഓടി വന്ന് കാണുന്ന പോലെ നാളെ സ്വർഗ്ഗലോകത്ത് അങ്ങയുടെ ദർശനം എനിക്ക് സാധ്യമാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയുടെ സ്നേഹത്തിന് മറുപടി പറയാൻ അല്ലാഹുവിന്റെ വഹി വേണ്ടി വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين.
അല്ലാഹുവിനെയും റസൂലിനെയും നെഞ്ചിലേക്ക് ഏറ്റെടുക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് അല്ലാഹുവിനോടും റസൂലിനോടും അനുസരണ കാണിക്കുകയും ചെയ്തവർ അവരൊരിക്കലും താഴെയല്ല. അവർ അമ്പിയാഇന്റെ കൂടെയാണ്, പ്രവാചകരുടെ കൂടെയാണ്. അവർക്ക് നാളെ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയുക ചെയ്യും. അവർ അമ്പിയാഇന്റെയും ശുഹദാഇന്റെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണ്. ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെ കഴിയാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം നൽകും. അവർ താഴെയല്ല, അവർ മീതെ തന്നെയാണ്. വഹസുന ഉലൈക റഫീഖാ, അരികത്തിരിക്കാനും കൂടെ ഇരിക്കാനും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും അമ്പിയാക്കളും കഴിച്ച ആരാണ് വേറെയുള്ളത്? ഏറ്റവും നല്ല കൂട്ടുകാർ അവരല്ലയോ? അവരുടെ കൂടെ ഹൗവാനെ നിങ്ങളും ഉണ്ടാകുമെന്ന് ഹബീബായ ഞങ്ങൾ മറുപടി പറഞ്ഞത് നിഷ്കളങ്കമായ ഹബീബിനോടുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും തങ്ങളോട് എന്തെന്നില്ലാതെ തോന്നിയ ഊഷ്മളമായ സ്നേഹത്തിനും അല്ലാഹു നൽകുന്ന മറുപടിയാണ്. അല്ലാഹുവിന്റെ സുബ്ഹത്തും ഹബീബിന്റെ മഅയ്യത്തും അല്ലാഹുവേ അൻത മഅന അഹ്ബബ്ത എന്ന് അവിടുത്തെ ഹബീബ് പറഞ്ഞതനുസരിച്ച് റബ്ബേ ഫഇന്നാ നുശ്രിക വനുശ്ഹിദു ഹമലത അർശക വമലായികതക വജമീഅ ഖൽഖിക അന്നനാ നുഹിബ്ബുക വനുഹിബ്ബു റസൂലക വസ്ഹബഹു വഅഹ്ല ബൈതിഹി. അല്ലാഹുവേ നിന്റെ ഹബീബിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അസ്ഹാബിനെയും അസ്വാജിനെയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് റബ്ബേ ഞങ്ങൾ. ഞങ്ങൾക്കും ആരുടെ കൂടെയാണോ നിങ്ങൾ ആരെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ കൂടെയാണ് എന്ന ഹബീബിന്റെ വചനത്തിന് അർത്ഥമാക്കും വിധം ആണ് സ്വർഗ്ഗലോകത്ത് അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഹബീബിന്റെ മുഹിബ്ബീങ്ങളായ സഹോദര സഹോദരിമാർ, പ്രായമുള്ളവർ, ഉപ്പമാർ, ഉമ്മമാർ, പണ്ഡിതന്മാർ, സാധാരണക്കാർ, അല്ലാഹുവേ വിദ്യാർത്ഥിനികൾ, ഞങ്ങളെല്ലാവർക്കും ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾക്ക് നിന്റെ സ്വർഗ്ഗത്തിൽ ഒരിടം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നൽകണേ റബ്ബേ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നൽകണേ റബ്ബേ.